വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദർ. രക്ഷിതാക്കൾ നിർബന്ധമായിട്ട് ഈ വീഡിയോ ഒന്ന് കാണണം. അതോടൊപ്പം തന്നെ പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ പ്രായമായ പെൺകുട്ടികളുണ്ടെങ്കിലും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഫർസാന എന്ന് പേരൊരു പെൺകുട്ടി BA ഇംഗ്ലീഷിന് 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. അവളെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ് റൈഹാനത്ത്. രണ്ടുപേരും നന്നായിട്ട് പഠിക്കും. രണ്ടുപേരുടെയും ആഗ്രഹം, ഫർസാനയുടെ ആഗ്രഹം ഒരു നല്ല ടീച്ചർ ആവണം, ഇംഗ്ലീഷ് ടീച്ചർ ആവണം എന്നുള്ളതാണ്. റൈഹാനത്തിൻ്റെ ആഗ്രഹം ടീച്ചർ അല്ലാത്ത മറ്റെന്തെങ്കിലും പ്രൊഫഷൻ, ഒരു നല്ല മാധ്യമ പ്രവർത്തകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ട് ജീവിക്കണം എന്ന ആഗ്രഹം. അങ്ങനെ ഇവർ 1ാം വർഷം പഠിക്കുന്ന സമയത്ത് ഇവർ ഉറപ്പിച്ചതാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാവൂ, അതിനുള്ളിൽ കല്യാണം കഴിച്ച ലൈഫൊക്കെ കൊളാവെന്ന് കരുതുന്ന രണ്ട് കൂട്ടുകാരികളാണ് ഇവർ. ഇവരെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല വെളുത്തിട്ടാണ്, നല്ല സമ്പന്ന കുടുംബത്തിൽപ്പെട്ട. അങ്ങനെ ഫർസാനക്ക് ഒരുപാട് കല്യാണ കാര്യങ്ങൾ +2 മുതൽക്ക് തന്നെ വരാറുണ്ട്. ഉറപ്പിച്ചിട്ടാൽ മതി, അങ്ങനെയാണ് ഇങ്ങനെ. അങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് നല്ലൊരു കേസ് വന്നു. വീട്ടുകാർ പറഞ്ഞു, പൊന്നുമോളെ നല്ല ഗൾഫിലാണ്, നല്ല ബിസിനസ്സാണ്, എന്നെ പഠിപ്പിക്കും എന്നുള്ളതാണ് പ്രധാനം, ഒരു പ്രയാസവും ഉണ്ടാവില്ല, പൊന്നുമോളെ ഈ കല്യാണത്തിന് വില്ലിങ് ആണെങ്കിൽ നമുക്ക് നോക്കിയാലോ എന്ന് ആലോചിച്ചപ്പോൾ ഫർസാനക്ക് തന്നെ എല്ലാവരും കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായി. ഫർസാനക്കും തോന്നി ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകണം, എന്തിനാണ്, എന്തായാലും കല്യാണം കഴിക്കണം, നല്ല പ്രായം ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഫർസാന മൗനം സമ്മതം മൂളി. അങ്ങനെ ഫർസാനയുടെ നിശ്ചല ഒരുക്കങ്ങളായി. അപ്പോൾ റൈഹാനത്ത് പറഞ്ഞു, അല്ലടി നമ്മൾ തമ്മിൽ തീരുമാനിച്ചതല്ലേ ഇങ്ങനെ കല്യാണപ്പോൾ വേണ്ട, നമ്മൾ ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് മതി എന്നുള്ളത്. അപ്പോൾ റൈഹാനത്തിനോട് ഫർസാന പറഞ്ഞൊരു വാക്കുണ്ട്, അത് കാണാൻ ഭംഗിയുള്ള ആൾക്കാരാണ്, അത്യാവശ്യം കുറച്ച് കാശൊക്കെ ഉണ്ടെങ്കിൽ കല്യാണം വേഗം കഴിയും, നിനക്ക് കല്യാണം വേഗം വരാത്തത്, നിന്നെ കാണാൻ അത്ര വെളുത്തിട്ടൊന്നും അല്ലല്ലോ, പിന്നെ നിങ്ങളുടെ കയ്യിൽ കാശില്ലല്ലോ, അതുകൊണ്ടല്ലേ നീ കല്യാണം നീട്ടുന്നത്. ഒരു തമാശക്ക് പറഞ്ഞതാണ് ഫർസാന വാക്ക്. പക്ഷേ അത് റൈഹാനത്തിൻ്റെ ഉള്ളിൽ കൊണ്ടു. ശരിയാണോ, ഞാൻ കാണാൻ ഭംഗിയില്ലാഞ്ഞിട്ടാണോ എൻ്റെ കല്യാണം വേഗം നടക്കാതെ പോകും, ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്തത്, എൻ്റെ ഉമ്മയും ഉപ്പയും അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്? റൈഹാനത്തിന് ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങി. അത്തരമൊരു ദുരന്തം ഒരിക്കലും ഫർസാന അത് പറയരുതായിരുന്നു എന്നുള്ളതാണ്. റൈഹാനത്ത് ഒരിക്കലും അതിൻ്റെ വിഷമൊന്നും പുറത്ത് കാണിച്ചില്ല. അങ്ങനെ നിശ്ചയത്തിൻ്റെ കാര്യത്തിലെത്തി. നിശ്ചയം വന്നിക്കുമ്പോൾ ഫർസാനക്ക് ഭയങ്കര സന്തോഷം. സാറുമാർ പറഞ്ഞു, പൊന്നുമോളെ പഠനം കുളവാക്കാൻ നിൽക്കരുത്. ഫർസാന പറഞ്ഞു, ഒരിക്കലും ഇല്ല സാർ, ഇതെന്തായാലും ഞാൻ പഠിക്കാനവർ പഠിപ്പിക്കാനവർ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ അവളുടെ എൻഗേജ്മെൻറ്റ് വന്നു. ഇതിൻ്റെ ഷൂട്ടിങ്ങുകളും ഇതിൻ്റെ റീൽസുകളും വീഡിയോസും. ഫർസാന പിന്നെ പഠനത്തിൽ പതുക്കെ പിന്നിലായി. ചെക്കൻ്റെ ആൾക്കാർ പറഞ്ഞു, നിക്കാഹ് അങ്ങോട്ട് കഴിച്ചിടാം, നിക്കാഹ് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മനസ്സമാധാനമാവുമല്ലോ. അങ്ങനെ നിക്കാഹും കഴിഞ്ഞു. നിശ്ചയം കഴിഞ്ഞിട്ട് 2-3 മാസം കഴിയുമ്പോഴേക്കാണ് നിക്കാഹ് കഴിഞ്ഞത്. നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നല്ല അടിപൊളിയായിട്ട് പലയിടത്തും കറങ്ങി. അങ്ങനെ ഫർസാനയുടെ ഉള്ളിൽ പ്രണയവും എന്താ പറയുക സ്നേഹവും അങ്ങനെ പഠനത്തിൽ വളരെ പിന്നാക്കായി. ഇതിൽ സെക്കൻഡ് ഇയർ ആയ സമയത്താണ് പറഞ്ഞത്, കല്യാണം നിക്കാഹൊക്കെ കഴിഞ്ഞതല്ലേ, വേഗത്തിൽ കൂട്ടിക്കൊണ്ട് ഉമ്മാക്ക് തീരെ വയ്യ, അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടൊരു ആഗ്രഹമുണ്ട്, പഠനത്തിൽ വേറെ പ്രയാസമൊന്നുമില്ലല്ലോ. പക്ഷേ ഈ ഒരു സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്ക് സെക്കൻഡ് സെമ്മും തേർഡ് സെമ്മിൻ്റെ ഒക്കെ പല പേപ്പറും ഫർസാനയ്ക്ക് പോയി. കാരണം ഈ കല്യാണമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങലായി, വിളിക്കലായി, പിന്നെ ഫോണിൽ കൂടെ ഇടക്കിടക്കുള്ള പിണക്കം മാറിയ പിന്നെ ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ മുന്നോട്ട് പോയിട്ട് കൂട്ടിക്കൊണ്ടുപോലൊക്കെ കഴിഞ്ഞു. 1-2 ആഴ്ച വളരെ സന്തോഷമായിട്ട് അതിൽ പ്രീ വെഡ്ഡിങ് ഷൂട്ടിങ് നടന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എല്ലാവിധ ആർഭാടങ്ങളോടെയും കല്യാണം കഴിച്ചപ്പോൾ റൈഹാനത്തിൻ്റെ ഉള്ളിൽ തൻ്റെ ഉറ്റ സുഹൃത്ത് ഇങ്ങനെ കല്യാണം കഴിച്ച് അവളുടെ ഫോട്ടോസും റീൽസും സ്റ്റാറ്റസായിട്ട് ഇങ്ങനെ കാണും. ഭയങ്കര കണ്ണുകടിയുണ്ട്, ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ ഉള്ളിനുള്ളിൽ ഒതുക്കി. അങ്ങനെ ഈ സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് ഇവളുടെ സെക്കൻഡ് സെമ്മിൻ്റെ പോയി, തേർഡ് സെമ്മിൻ്റെ പേപ്പറുകൾ പോയി. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഫർസാനയുടെ ലൈഫ് വിചാരിച്ച പോലെ സന്തോഷമായില്ല. അമ്മായിമ്മ ഒട്ടും ചേരാത്ത ഒരാളാണ്. ആദ്യത്തെ 2 ആഴ്ച ഒന്നും പ്രയാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ അമ്മായിമ്മ കുത്തുവാക്കാണ് സംസാരിക്കുക. അതായത് ഒന്ന് ഭർത്താവിൻ്റെ കൂടെ അങ്ങനെ റൂമിലിരിക്കുമ്പോൾ 24 മണിക്കൂറും അതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്കിത് പുറത്തിറങ്ങി വരാനായില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവൾ സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ഒന്ന് റൂമിൽ, അതും ഗൾഫിലുള്ള ഒരാളല്ല അയാൾ, ലീവിന് ഇവിടെ കല്യാണമായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തള്ളയുടെ വർത്താനം, ഈ ഒരു കുണച്ച വർത്താനം പറയാം. അല്ലെങ്കിൽ എവിടേക്കെങ്കിലും വരുമ്പോൾ എവിടേക്കാണെങ്കിൽ കിടന്ന് കറങ്ങണത്, ഹണിമൂണ് പോകണമെന്ന് പറഞ്ഞു. ഇവർ പോകാൻ വിചാരിച്ചൊരു സ്ഥലം മലേഷ്യയിലേക്ക് പോകണം. ഇവിടുന്ന് അങ്ങനെ ആരും ഹണിമൂണ് പോകുന്നില്ല, ഇത് വേണ്ടാതെ ഇത് ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് ഈ തള്ള ഇടക്കുണ്ടാക്കും. എവിടേക്കെങ്കിലുമൊക്കെ വിരുന്ന് പോകണമെങ്കിൽ കുടുംബത്തിലുള്ള കുട്ടികളെയും കൂടി കൂട്ടിക്കോ, അല്ലെങ്കിൽ ഉമ്മാനും കൂടി കൊണ്ടുപോകണം. ഇവരൊരു ഭാര്യയും ഭർത്താവും കൂടി ഒരു പ്രൈവസി ഈ ഉമ്മ കൊടുക്കില്ല. അപ്പോൾ ഈ ഉമ്മാക്ക് എന്തോ ഒരു മകൻ കല്യാണം കഴിപ്പിച്ച് ഈ വീട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ പെണ്ണിനോട് എന്തോ ഒരു ശത്രുവിനോടെന്ന പോലെ പെരുമാറുന്നത്. ഒരിക്കലും ഇവൾ ഫോൺ വിളിക്കുമ്പോൾ ഈ ഉമ്മ അങ്ങനെ അല്ലായിരുന്നു. നിശ്ചയം കഴിഞ്ഞിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് ഉമ്മാനെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ സ്നേഹത്തിൻ്റെ ഒലിപ്പിക്കലായിരുന്നു. ഇപ്പം നേരെ തിരിച്ചായി. ഇക്കാട് വന്ന് പരാതി പറയുമ്പോൾ അത് ഉമ്മല്ലേ എന്ന് മൈൻഡ് ചെയ്യണ്ട. ഉമ്മാൻ്റെ കാര്യത്തിൽ കേൾക്കാൻ പോലും ഈ മനുഷ്യൻ തയ്യാറല്ല. തൻ്റെ സങ്കടങ്ങൾ പിന്നെ ആരോടാ പറയുക? ഒരു ഭാര്യയ്ക്ക് ഉമ്മനെ കുറിച്ചോ വാപ്പാനെ കുറിച്ചോ ഒക്കെ പരാതി ഉണ്ടെങ്കിൽ അത് പറയുന്നത് കുറ്റം പറച്ചിലായിട്ടല്ല,
അവരുടെ സങ്കടങ്ങൾ പറയും. അത് കേട്ടിട്ട് അതൊരു ആശ്വാസ വാക്കുകൾ പറയുന്നതിന് പകരം അത് മൈൻഡ് പോലും ചെയ്യാത്തൊരവസ്ഥയിലേക്കാണ് ഇവളുടെ ഫർസാനയുടെ ഭർത്താവായത്. എന്തെങ്കിലും ഉമ്മാൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഉമ്മാൻ്റെ കുറ്റം പറയാൻ നിൽക്കുകയാണ്, ഉമ്മാനെ പറയാം, എൻ്റെ ഉമ്മാനെ പോലെ തന്നെയാണ് ഈ ഉമ്മ എന്നുള്ളൊരു പാഠം നീ മനസ്സിലാക്കിക്കോ എന്ന് പറയും. കാരണം കഴിഞ്ഞിട്ട് 2-3 ആഴ്ച ആകുമ്പോഴേക്കാണ് ഈ മാറ്റങ്ങൾ. അടുക്കളയിൽ എന്തെങ്കിലും പാത്രങ്ങൾ വീണാൽ എന്തുണ്ടെങ്കിലും ഇവരുടെ സംസാരം ഒരു കുത്തുവാക്കുള്ള രീതിയിലാണ്. അങ്ങനെ ഇവർ പൊടുന്നനെ ഗർഭിണിയായി. അധികം വൈകാതെ ആ ഒരു വരവിൽ തന്നെ ആ ഒരു വീട്ടിൽ കൂട്ടൽ കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഗൾഫിൽ പോകുമ്പോഴേക്കും ഇവൾ ഗർഭിണിയായി. അതോടുകൂടി പഠനവും മുടങ്ങി. അങ്ങനെ പിന്നീട് ഏറ്റവും സങ്കടകരം എന്താണെന്ന് വെച്ചാൽ ഈ കല്യാണം കഴിഞ്ഞിട്ട് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഭർത്താവ് ഉള്ളുമ്പോൾ തന്നെ ഇവൾ പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് കോളേജിൽ പോകാൻ നോക്കി തള്ള മുടക്കി. അങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് അങ്ങനെ ആരും പഠിക്കാനൊന്നും പോക്കില്ല മോളെ. അപ്പോൾ ഇവൾ കരുതുന്ന ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ പോകാൻ പറ്റുന്നില്ല. അതിനിടക്കാണ് ഗർഭിണിയായത്. ഗർഭിണിയായിട്ട് ഓരോ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് ആ പോക്ക് നടന്നില്ല. അതായത് ഇവളുടെ പഠനം അവിടെ നിന്നു. നമ്മൾ വിചാരിക്കണ പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഗൾഫിൽ പോയാൽ പഠിക്കാൻ പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നടന്നില്ല. ഹസ്ബൻഡും പറഞ്ഞു ഉമ്മ പറഞ്ഞ പോലെ കേട്ടാൽ മതി, ഞാനിവിടെ ഗൾഫിലാണ്, ഈ ഉമ്മാൻ്റെ കൂടെ നിൽക്കേണ്ട ആളാണ്. ഉമ്മ എന്നുള്ള വാക്കിനപ്പുറം അയാൾക്ക് ഭാര്യയില്ല, ആരുമില്ല, ലോകവുമില്ല. അവസാനക്ക് ഗർഭിണിയായിട്ട് ഒരുപാട് പ്രയാസങ്ങളായിട്ട് പഠനമൊക്കെ മുടങ്ങി. അവളുടെ കാര്യങ്ങളൊക്കെ ഒരു അവതാളത്തിലായി. അങ്ങനെ ഫസ്റ്റത്തെ ദിവസം കുട്ടിക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുട്ടിക്ക് അധികം ആയുസ്സൊന്നും ഉണ്ടായില്ല. കുട്ടി ഒരു 3-4 മാസത്തിൻ്റെ ആയുസ് മാത്രമേ കുട്ടിക്ക് ഉണ്ടായുള്ളൂ. കുട്ടി അങ്ങനെ മരണപ്പെട്ടു. അതോടുകൂടിയിട്ട് ഒരു ബർക്കത്തില്ലാത്തൊരു ഒരു പെൺകുട്ടിയായിട്ടാണ് ഈ അമ്മായിമ്മ കാണുന്നത്. ഭർത്താവിനും വലിയൊരു സ്നേഹമില്ല. എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതിലൊക്കെ ഉമ്മാടെ ഭാഗത്ത് നിന്നിട്ട് ഇവളെ കുറ്റപ്പെടുത്താന്നല്ലാതെ ഇവളുടെ ഭാഗം കേൾക്കാനോ സംസാരിക്കാനോ തയ്യാറാവണില്ല. ഇവൾക്ക് വല്ലാത്തൊരു മടുപ്പ് തോന്നി തുടങ്ങി. ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? അല്ലെങ്കിൽ കുഞ്ഞാണെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടായിരുന്നൊരു കുട്ടിയാണ്, നല്ലൊരു ആൺകുട്ടിയായിരുന്നു. പക്ഷേ കണ്ണിന് എന്തൊക്കെയോ പ്രശ്നങ്ങളും വളർച്ച എത്താത്ത പ്രയാസങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ട് പാല് കുടിച്ചിരുന്നില്ല. ആ കുട്ടിക്കാണെങ്കിൽ വൈകാതെ മരണപ്പെടുകയും ചെയ്തതിൻ്റെ സങ്കടങ്ങൾ വേണ്ട, അതിൻ്റെ ഡിപ്രഷൻ വേറുണ്ട്. ഇതൊന്നും ഈ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാനോ അതിൽ കേൾക്കാനൊന്നും ഇയാൾ തയ്യാറില്ല. ഇയാൾക്ക് ഇയാളുടെ ഉമ്മ ആ സന്തോഷം, അയാളുടെ സന്തോഷങ്ങൾക്കുള്ള ഉപകരണങ്ങളാണ് ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും. ഇവളുടെ ഉപ്പ ഫർസാനയുടെ ഉപ്പ പറഞ്ഞു പൊന്നുമോൾ ഇങ്ങോട്ട് പോരെ, അങ്ങനെ ഇവിടെ ഇടങ്ങാറായിട്ട് നിൽക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോഴും ഇവൾ ആലോചിക്കണത് ഞാനൊരു ഡിവോഴ്സി ആയിട്ട് നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ ലൈഫിൽ എന്താ ഉണ്ടാവുക, മരിക്കാനൊന്നും ഇവൾ തയ്യാറല്ല. അങ്ങനെ ഹസ്ബൻഡിനായിട്ട് കുറച്ചൊക്കെ സംസാരിച്ചതിന് ശേഷം കുടുംബക്കാരൊക്കെ സംസാരിച്ചിട്ട് ഇവൾ ഗൾഫിലേക്ക് ഹസ്ബൻഡ് അവിടെ പോയി കഴിയുമ്പോൾ ഈ കാണുന്ന പ്രതീക്ഷകളൊന്നുമല്ല അവിടെ ഉണ്ടായിരുന്നത്. ഇയാൾ ഇവളെ അവിടെ ആക്കും, അയാൾ ഡ്യൂട്ടിക്ക് പോവും, വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഒന്ന് കറങ്ങാൻ വേണ്ടി പോവുക. ഒരു സന്തോഷം എന്നുള്ളത് എത്ര കൂടെ കഴിയുമ്പോഴും കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് ഫർസാനയ്ക്ക് ലൈഫിൽ വലിയ മടുപ്പുണ്ടായി. അങ്ങനെ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കഴിയുന്ന സമയത്താണ് കൂടെ പഠിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു ഒരു റീയൂണിയൻ വീണ്ടും കോളേജിൽ വന്നപ്പോൾ അതിൽ ഫർസാന എല്ലാവരും കൂടി കോണ്ടാക്ട് ചെയ്തു, ഫർസാന വരണം. അങ്ങനെ അന്ന് പഠിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഉണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഫർസാനക്ക് മനസ്സിലായത് തൻ്റെ കൂടെ പഠിച്ച ആളുകൾ, തന്നെക്കാളും പഠിക്കാൻ മിടുക്കരല്ലാത്ത ആളുകളൊക്കെ നല്ല കരിയറും ജോലിയിട്ട് നിൽക്കുന്നു. താൻ മാത്രം എന്ത് ചെയ്യുന്നു, ലൈഫിൽ മുഴുവൻ സങ്കടങ്ങളും ദുഃഖങ്ങളും മാത്രമായിട്ട് നിൽക്കുന്നു. അവിടെ നിന്ന് ഇപ്പോൾ റൈഹാനത്തുമായിട്ടുള്ള കോണ്ടാക്റ്റൊക്കെ ഇടയ്ക്കൊക്കെ നിന്ന് പോയിരുന്നു. ആ പരിപാടിക്കിൽ നിന്നാണ് റൈഹാനത്തിനെ കണ്ടത്. അപ്പോൾ റൈഹാനത്ത് അപ്പോൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. റൈഹാനത്തിന് നല്ല ജോലിയുണ്ട്, കല്യാണക്കാര്യങ്ങൾ നോക്കുന്നുണ്ട്. റൈഹാനത്ത് പറഞ്ഞു നിനക്ക് നിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഒരു സങ്കടക്കടലാണ് പൊന്നു ഫർസാന നിനക്കെന്നുള്ളത്. നീ അന്ന് ഈ കല്യാണത്തിന് സമ്മതിക്കാതെ അത്യാവശ്യം നീ പഠിച്ചിരുന്നെങ്കിൽ നീ സമ്പന്നരായ ആളുകളല്ലേ, നിനക്ക് ഇനിയും കല്യാണങ്ങൾ കിട്ടുമല്ലോ. എൻ്റെ പോലെ അല്ലല്ലോ, കൊടുക്കാൻ സ്വർണം എൻ്റെ കയ്യിലില്ല, സ്വർണത്തിനൊക്കെ എന്താ വില, എനിക്കിപ്പോൾ നല്ല അഭിമാനമുണ്ട്, നല്ലൊരാൾ വിവാഹത്തിന് വരും, എനിക്ക് ജോലിയുണ്ട്, സന്തോഷമായിട്ട് ഞാൻ കഴിയുന്നു. കല്യാണം മാത്രമല്ലല്ലോ നമ്മുടെ ലൈഫിൽ പ്രധാനമുള്ളത്, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും നിനക്ക് പഠിക്കാൻ നന്നായിട്ട് നല്ല കഴിവുള്ള ഒരാളായിരുന്നു, പഠിച്ചിരുന്ന ഒരാളാണ്, സാമ്പത്തിക ശേഷിയുണ്ട്, എന്നിട്ടും നീ ഇങ്ങനെ തിരക്കിട്ടിട്ട് കല്യാണത്തിൽ ചാടിയിട്ടല്ലേ ഇന്നിങ്ങനെ സങ്കടം അനുഭവിക്കേണ്ടി വരുന്നത് പറയുമ്പോഴാണ് ഫർസാന തിരിച്ചറിഞ്ഞത് ശരി തന്നെയാണ്, പഠിക്കണ സമയത്ത് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനമായ ഒരു കാര്യം. അതിൻ്റെ ഇടയ്ക്ക് കല്യാണത്തിൻ്റെ ഈ ഒരു പകിട്ടും കണ്ടിട്ട് എടുത്ത് ചാടിയിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് എത്തിയാൽ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാലും അത് കൃത്യമായിട്ട് നടന്നോളുന്നില്ല. പലതവണ ചങ്ങായിയോട് ഞാൻ പറഞ്ഞതാണ് എനിക്കൊരു 5 വർഷം കഴിഞ്ഞിട്ട് മതി കുട്ടികൾ എന്നുള്ളത്. പക്ഷേ അയാൾ കേട്ടില്ല. ഒരു തരത്തിൽ നിർബന്ധിപ്പിച്ചിട്ടാണ് ഞാൻ ഗർഭിണിയാവേണ്ടി വന്നത്. ആ ഗർഭമാണെങ്കിൽ ആ കുട്ടി ഇങ്ങനെ മരണപ്പെട്ടത് ലൈഫിൽ എന്നും എനിക്ക് സങ്കടങ്ങളേ ഉള്ളൂ. അപ്പോൾ ഫർസാനയോട് റൈഹാനത്ത് പറഞ്ഞു ഇതിങ്ങനെ സങ്കടപ്പെട്ടിരിക്കണതിനാണ്, ലൈഫിലുള്ള സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്താൻ വേണ്ടത്. ഏതായാലും റൈഹാനത്തുമായിട്ട് വീണ്ടും സൗഹൃദം ഉണ്ടാക്കിയ ഫർസാനയ്ക്ക് ഈ സന്തോഷം തോന്നി. കാരണം ലൈഫിൽ പോരാടാനുള്ള ഒരു ഉറച്ച മനസ്സ് ഈ ഫർസാനയ്ക്ക് കിട്ടി. നമ്മുടെയൊക്കെ മക്കൾ ഉമ്മമാരെ നിങ്ങൾ കാണുക, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തീരുമാനിക്കുക, നിങ്ങളുടെ മക്കൾ പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിർബന്ധപൂർവ്വം അവരെ പിടിച്ച്
പഠിച്ച് ഇപ്പം തന്നെ അയക്കണ്ട. പെൺകുട്ടികളെ നിങ്ങൾ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾ കല്യാണത്തിന് വേണ്ടിയിട്ട് കുറേ സ്വർണ്ണം എടുക്കണ ആ കാശുകൊണ്ട് നല്ലൊരു കോഴ്സ് എടുത്തിട്ട് നല്ലൊരു ജോലി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പകുതിയിലധികം രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഈ സ്വർണവും മറ്റു കാര്യങ്ങൾ കൊണ്ട് വാപ്പാൻ ഇടങ്ങറാക്കുക. അതുകൊണ്ട് നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത് ഫർസാനയുടെ അനുഭവത്തിൽ നിന്ന് ഫർസാന പങ്കുവെക്കാൻ പറഞ്ഞതുകൊണ്ടാണ് പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നിങ്ങൾക്കൊരു പാഠമാകാൻ വേണ്ടി ഞാൻ ഈ കാര്യം പങ്കുവെച്ചത്. ഏതായാലും ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.